ഹലോ ഫ്രണ്ട്സ്, ദാ നല്ലൊരു കേക്കിൻ്റെ മണടിക്കുന്നില്ലേ? നമുക്കിന്നൊരു പിറന്നാളുകാരിയുടെ വീട്ടിൽ പോകാനുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ഒരു കേക്കൊക്കെ വാങ്ങി നമ്മൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ അതാ ശ്രീലക്ഷ്മി ബസ്സുണ്ട്. ഇതാ ഈ കണ്ടക്ടറെ കണ്ടോ? ഇത് വെറും ഒരു കണ്ടക്ടർ അല്ല, ഇതെൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഇന്നും നിങ്ങൾക്ക് കേക്ക് മുറിക്കാനുണ്ടോ എന്നാണ് ആ ചോദിക്കുന്നത്. ചോദിക്കുന്നതിൽ കാര്യമില്ലാണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഞങ്ങൾക്കൊരു 5 കേക്ക് മുറിയുണ്ട്. അപ്പോൾ ചോദിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഓട്ടോ വിളിച്ച് അവളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീട്ടിൽ പോകുന്ന വഴി അവിടെ ഒരു അംഗനവാടി ഉണ്ട്. അംഗനവാടിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ വീട്ടിലെത്താനായിട്ടോ. അപ്പോൾ അവൾ നമ്മളെയും കാത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു കഥ പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഒരുമിച്ച് പഠിച്ചതായിരിക്കും എന്നാ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അല്ലേ? അങ്ങനെയല്ല. നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ല, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുമല്ല. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ALPS അവിടനല്ലൂർ സ്കൂളിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ഞങ്ങളെ മക്കളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ആ ഗ്യാപ്പിൽ ഞങ്ങൾക്കും കുറേ ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ 3 വർഷമായി ഞങ്ങൾ ഈ ബന്ധം ആദ്യം ഉണ്ടേ കൂടി ഒരു ശക്തമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. അപ്പോൾ ആ വർഷം തൊട്ട് നമ്മൾ ഓരോരുത്തരുടെ പിറന്നാളും ആനിവേഴ്സറി ഒക്കെ നല്ല അടിച്ച് പോലെ ഗ്രാൻഡായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ പുറത്തുനിന്നായിരിക്കും ആഘോഷിക്കുക, കുറച്ച് ആൾക്കാരെ വീട്ടിൽ നിന്നായിരിക്കും ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ലാസ്റ്റിലത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ? ഈ കേക്കിൻ്റെ നമ്മൾ കേക്ക് വാങ്ങിയിട്ടുള്ളത് ഡി പാരിസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം ഗിഫ്റ്റ് കൊടുത്തത് ഒരു കേക്കും പിന്നെ ഡ്രസ്സുമാണ്, ചുരിദാറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ കേക്കും ഡ്രസ്സും ഒക്കെ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫ്രെയിമായിരുന്നു കൊടുത്തത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്ത് കൊടുക്കും എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം കണ്ടിട്ട് കുറേ നാളായി. ഓരോരുത്തർക്കും ഓരോരോ തിരക്ക് കാരണം നമുക്കിങ്ങനെ ഒത്തുകൂടാൻ പറ്റാറില്ലായിരുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടേക്കും ഇവിടേക്കും ട്രോളുന്ന പരിപാടിയാണുള്ളത്. ഞങ്ങൾ ട്രോളാൻ ആരെയും സമ്മതിക്കില്ല കേട്ടോ. ഞങ്ങൾ തന്നെയാണ് ട്രോളുന്നത്. അപ്പോൾ ഹൃദയ അകത്ത് പോയിട്ട് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അവൾ അവിടുന്ന് ചിപ്സൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ട്. അവൾ നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഒരുക്കിയിട്ടുള്ളത്. 14th ഓർഡർ ചെയ്താണ് കേട്ടോ. നമ്മൾ കുഴിമന്തി, ബിരിയാണി അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് നമ്മൾ പിറന്നാളിനൊക്കെ ഓരോരുത്തർ ഓരോ അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് തരിക. ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീമിന് എന്താണെന്നറിയില്ല, ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടില്ല. ഐശ്വര്യക്ക് അടിച്ചു മാറുന്ന കണ്ടില്ല ഐസ്ക്രീം. അങ്ങനെ നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. കുറേ ആൾക്കാരുണ്ട് നമ്മളെ വേറെ ഗ്രൂപ്പിലൊക്കെ. പക്ഷേ നമ്മൾ എപ്പോഴും ഒത്തുകൂടുന്നത് എല്ലാവർക്കും പറ്റുകയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത്ര ആൾക്കാരാണ് ഒത്തുകൂടുന്നത്. അപ്പം നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോ എടുത്തു, കുറേ ചിരിച്ചു, കഥ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണേ. ടാറ്റ ബൈ ബൈ, സീ യു.